നമ്മുടെ നാട്ടിലുള്ള സിനിമകളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും ഒക്കെ വളരെ നോർമലായിട്ട് ഇത്രയും കാലം കാണിച്ചിട്ടുള്ളത് ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ മാത്രമാണ്, അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളെ മാത്രമാണ്. ഇതിനെ LGBTQI വിഷയത്തിനൊക്കെ വെറും ലൈംഗികതയുമായിട്ട് മാത്രം കണക്ട് ചെയ്തുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് ആണിന് പെണ്ണിനോട് മാത്രം തോന്നുന്ന ഒരു വികാരം മാത്രമൊന്നുമല്ല. അത് ആണിന് ആണിനോട് തോന്നുന്ന ആളുകളുണ്ട്, പെണ്ണിനോട് മാത്രം തോന്നുന്ന ആളുകളുണ്ട്, ആണിനോട് പെണ്ണിനോട് തോന്നുന്ന രീതിയിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങളെ വളരെ അധികം ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സിനിമകളിലാണെങ്കിലും ഒക്കെ നോർമലായിട്ട് കണ്ടിട്ടുള്ള ആൺ പെൺ പ്രണയബന്ധങ്ങളെ കണ്ട് വളർന്നിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള മനുഷ്യർ അങ്ങനെയാണെങ്കിൽ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തിരിച്ച് ഹെട്രോസെക്ഷൽ ആവേണ്ടതില്ല. അങ്ങനെ ആയതിനെക്കുറിച്ച് നമ്മൾ എവിടെയും വായിച്ചിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ ഇല്ല. ഒരു മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ അയാളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ വിയോജിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്നൊക്കെ പറയുന്നത് തീർത്തും അധിക്ഷേപമാണ്. അത് ഒരിക്കലും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് നീതിയുടെ വിഷയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ പിസ്സാൻ്റെ ടോപ്പിംഗ് ആയിട്ട് എക്സ്ട്രാ ചീസ് വേണോ വേണ്ടയോ എന്നുള്ളതിൽ നമുക്ക് രണ്ടുപേർക്കും യോജിക്കാനും വിയോജിക്കാനും ഉള്ളൊരു സ്പേസ് അതിലുണ്ട്. നേരെ മറിച്ച് ഒരാളുടെ ജീവിക്കാനുള്ള അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ വിവേചനങ്ങളില്ലാതെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു അവകാശമാണ്. ആ അവകാശത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് വിയോജിക്കുക എന്ന് പറയുന്നതിനെ ഞാൻ പേഴ്സണലി അംഗീകരിക്കുന്നില്ല.